ഇട് 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 പാട്ടിട്. These are the champions. We are back. ഇനി 2 പോയിന്റ് മതി, ടെക്നിക്കലി 2 ഡ്രോ മതി. അതും ബാക്കിയുള്ള ഇപ്പോൾ ബ്രൈറ്റണൊക്കെ എല്ലാ കളിയും ജയിച്ചു തരണം. സോ ഐ വുഡ് സേ വി ആർ ഇൻ ടു ദ ചാമ്പ്യൻസ് ലീഗ്. മാത്തമാറ്റിക്കലി ആയിട്ടില്ലെങ്കിലും ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഇൻ. സോ ദാറ്റ്സ് ദ ബിഗസ്റ്റ് തിങ്. ഞാൻ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് യാത്രകളായിരുന്നു, പണിയുണ്ടായിരുന്നു, അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട്. സോറി. ചെൽസി ആയിട്ട് നമ്മൾ ജയിച്ചു, നല്ല കാര്യം. ഇന്നലത്തെ കളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, മെയിൻലി ജയിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം. കാര്യം സെക്കൻഡ് ഹാഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കണ്ടാൽ അറിയാം. വി വെർ സെറ്റപ്പ് ഫോർ ഡിഫെൻസീവ് തിങ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തൊട്ട് തന്നെ ഒരു 15 മിനിറ്റ് അടിപൊളിയായിട്ട് കളിച്ചു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അറ്റാക്കിംഗ് ഇൻറ്റൻറ്റോടുകൂടി കിടിലമായിട്ട് കളിച്ചെന്ന് തന്നെ പറയാം. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ്. അത് കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടിയത്. യൂഷ്വലി നമ്മളൊന്ന് ആടി തൂങ്ങിയൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അടിപൊളി സ്റ്റാർട്ട്. കോബി മെയിനും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒരു കിഡിലൻ ഡ്രിബിൾ ഡാൻസിങ് എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ കിഡിലുമായിട്ടൊരു ബോൾ കിണ്ണമായിട്ട് അമാദിന് വെച്ച് കൊടുത്ത്. അമാദ് മോനെ നിനക്ക് എന്താ പറ്റിയത്? അമാദ് മൊത്തത്തിലൊരു ഓഫ് മൈൻഡാണിപ്പം. അത് അമാദ് അടിക്കുന്നു, ഗോളിയില്ല, പക്ഷേ ഒരു ഡിഫൻഡർ ഇങ്ങനെ പോസ്റ്റിൻ്റെ എക്രോസ് വന്നപ്പോൾ അതിൻ്റെ തട്ടിപ്പോകുന്നു. 1-0 ആവേണ്ട സാധനം. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഡിസേർവിംഗ്ലി നമ്മൾ ലീഡ് എടുക്കുന്നു. അത് കോർണറിൽ കൂടെ ബ്രൂണോ എടുക്കുന്നു, മഗ്വയർ ഹെഡ് ചെയ്യുന്നു, കസമീർ എടുക്കുന്നു. ഏകദേശം സ്ഥിരം പല്ലവി. അടുത്ത പ്രാവശ്യം പോകുന്ന സ്പെക്കുലേഷൻസ് ഉള്ള 3 പ്ലെയേഴ്സാണ്. അതിൽ മഗ്വയർ ചിലപ്പോൾ ഒരു കൊല്ലം കൂടെ നിൽക്കും. അതുപോലെ തന്നെ ബ്രൂണോയുടെ കാര്യം അറിയില്ല. ബ്രൂണോ നിൽക്കുമെന്നൊക്കെ പറയുന്നു, പക്ഷേ അറിയില്ല. കസമീറോ ഈസ് ഗോയിങ്. അതെനിക്ക് ഭയങ്കര രീതിയിൽ ഞാൻ പേടിക്കുന്നൊരു സാധനമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഗെയിം നിങ്ങൾ കണ്ടാൽ അറിയാം, ഈ ഗോൾ അടിക്കുന്നതും ടാക്കിൾ ചെയ്യുന്നതും മാത്രമല്ല, എക്സ്പീരിയൻസ് കാരണം ഇന്നലെ അവർ കയോഡയുടെ ലോങ് ത്രോ നല്ല രീതിക്ക് പേടിച്ച്, ടീംസിനൊക്കെ പേടിയുള്ള സാധനമാണ്. അവർ ഒരുപാട് ഗോൾസ് അടിച്ചിട്ടുമുണ്ട്. കയോടെ ഇങ്ങനെ ലോങ് ത്രോ കളിക്കുമ്പോഴത്തേക്കും ബാക്കിലൊരു ജസ്റ്റ് ഒരു ടച്ച് കിട്ടാൻ വേണ്ടി കസമീർ ആരുടെങ്കിലും കൂടെ പോയിട്ട് ഒരു ടച്ച് മേടിച്ച് അവിടുന്ന് ഒരു ഫൗൾ മേടിച്ച് അവിടുന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് ചെയ്യും. സോ ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാകുന്ന മിനിറ്റ്സിൽ എങ്ങനെ കളിയെ സീ ഓഫ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡർ ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ 11 ഗോളുകളും കണ്ടാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് മോർഗൻ ഗിബ്സ്വൈറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച മിഡ്ഫീൽഡർ കണ്ടാണ് പുള്ളി. ഒന്നും പറയാനില്ല, കിഡിലൻ. മഗ്വയർ തന്നെ പറഞ്ഞു കസമീറോനെ കാണുന്നവരെ ഞാനായിരുന്നു ഏരിയയിൽ കിടിലം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ മനസ്സിലായി ആരാണ് കിടിലം എന്ന്. സോ കസമീറോനെ പറ്റി ഒന്നും പറയില്ല. ഐ വിഷ് ഹി സ്റ്റേഡ് 1 more year, പക്ഷേ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ലെന്ന് അറിയാം. ആൻഡ് ഇറ്റ് വെറീസ്. ഇതിനെ റിപ്ലേസ് ചെയ്യുന്നത് പ്രോപ്പർ റിപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ടഫ്. ചൂമിനിയെ പോലെ ആരെങ്കിലുമൊക്കെ വരണം, ഹൈ പ്രൊഫൈൽ ആൾ തന്നെ വന്നിട്ടേ കാര്യമുള്ളൂ. എലിയറ്റ് ആൻഡേഴ്സണൊന്നും എനിക്ക് വലിയ നമ്പലൊന്നുമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി എന്നിട്ട് ഗോൾ അടിച്ചതിന് ശേഷം ഫുള്ള് അവരായിരുന്നു അറ്റാക്കിങ്. അതായത് എസ്പെഷ്യലി അവരുടെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കീൻ ലൂയിസ് പോട്ടറൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഒരുപാട് പ്രാവശ്യം മഗ്വയർ ഡയലോ പാർട്ട്ണർഷിപ്പാണ് റൈറ്റ് സൈഡിൽ, അത് ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നവർ. ആൻഡ് എടുത്തു പറയേണ്ട ഒരാൾ ഇഗോർ തിയാഗോ, താങ്ക് യു സോ മച്ച്. ഹാലൻഡിന് തൊട്ട് പിന്നിൽ ഗോൾ അടിക്കുന്ന ഇഗോർ തിയാഗോ ഇന്നലെ ഏത് ലോകത്താരെന്നറിയില്ല, ഈസിലി ഒരു ഹാട്രിക്കൊക്കെ അടിക്കായിരുന്നു പുള്ളിക്ക്. ഒരുപാട് ചാൻസ് മിസ്സാക്കി. പിന്നെ മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ആന്തം ഇങ്ങനെ മടിയില്ലേ, അതിൻ്റെ മെയിൻ ഉത്തരവാദി, വൺ ഓഫ് ദ മെയിൻ ഉത്തരവാദി സെന്നെ ലാമൻസ്. വൈ? ബിക്കോസ് ഒനാനായിരുന്നു ഗോളിയെങ്കിൽ ഇന്നും കളി തോറ്റേനെ ഉറപ്പാണ്. വേറെ ഒന്നും കൊണ്ടല്ല, സേവുകൾ ഒഴിച്ചു നിർത്തിയാൽ പോലും ഒനാനയുടെ ബ്ലണ്ടേഴ്സ്, ഒനാന നിൽക്കുമ്പോഴുള്ള ഈ ഡിഫെൻസീവ് ലൈനിനുള്ള ഒരു കോൺഫിഡൻസ് കുറവ് എല്ലാം ടീമിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ലാമൻസിനെ പോലെ ഒരു ബിഗ് ഫിഗർ അവിടെ നിൽക്കുമ്പം, ലാമൻസ് ഈവൻ സേവും ചെയ്തു. ഒരു ക്ലിയർലി ഒരു ലൂയിസ് പോട്ടറിൻ്റെ ആരുടെ ഒരു ക്ലിയർ ഒരു സേവ് ചെയ്തു, നല്ലൊരു സേവ് ആയിരുന്നു അത്. ഓഫ് സൈഡാന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഉണ്ടായിരുന്നായിരുന്നു. അല്ല ഓഫ് സൈഡ് അല്ലായിരുന്നു, അത് ഗോൾ കയറണ്ടായിരുന്നു. കിടിലൻ സേവൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ബിഗ് ഫിഗർ നിൽക്കുമ്പം നിങ്ങളുടെ ഡിഫെൻസീവ് ലൈൻ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അത് നമ്മുടെ ത്രൂ ഔട്ട് ദിസ് ക്യാമ്പയിൻ നമ്മൾ കണ്ടു. ഈവൻ നമ്മളൊന്നും വെറുതെ വേറെ ഒന്നും വിചാരിക്കണ്ട, ഇതേ ബ്രൻഫോർഡ് ഫിക്ചറിൽ ബൈന്ദർ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ബൈന്ദറിൽ നിന്ന് ഒനാനയിൽ നിന്നും സെന്നെ ലാമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് അപ്ഗ്രേഡാണ്. അപ്പം സെന്നെ ലാമൻസ് ചേഞ്ച്ഡ് ദ ഹോൾ സിനാരിയോ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒനാന അല്ലാതെ ഒരു നല്ലൊരു കീപ്പർ ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും സഫർ ചെയ്യില്ലായിരുന്നു ഞാൻ 2-3 കൊല്ലം. സോ ഗോൾ കീപ്പർ എന്ന് പറയുന്ന പൊസിഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പൊസിഷനാണ്. കാര്യം പ്ലേയിങ് ലെവലിൽ എപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയറാണ്.
ബാക്കിയൊക്കെ റൊട്ടേറ്റ് ചെയ്യാമെങ്കിലും. സോ താങ്ക് യു ലെമൻസ്, നല്ല കളിയായിരുന്നല്ലേ. ഷോയും ഡാലോയും വാസ് ഓക്കെ ഇഷ്. പിന്നെ ഡാലോനൊക്കെ ഞാൻ കുറ്റം പറയില്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലോ എന്ന് പറയുന്ന ആൾ സീസണിൽ ഇല്ലായിരുന്നു, നിങ്ങൾ ആരെ പിടിച്ച് കളിപ്പിച്ചാണ്? അത്രയ്ക്ക് സൂപ്പർ ഇഞ്ചുറി റെക്കോർഡ്സ് ഉള്ള ഒരു ബാക്ക് ലൈനാണ്, ആരെ പിടിച്ച് കളിപ്പിക്കും? സോ ഡാലോനൊക്കെ ഹീസ് പുട്ടിങ് എ ഷിഫ്റ്റ് ഇൻ. കുഴപ്പമൊന്നുമില്ല, ഒരുപാട് മിസ്സൊക്കെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ കീൻ ലോയിസ് പോട്ടറൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ മസുറാവിനെ കൂടെ ഇട്ട് അവരൊരു 5 ബാക്ക് കളിപ്പിച്ച് കുറേ കൂടെ നമ്മുടെ ഇൻറ്റൻറ്റ് ക്ലിയർ ആയിരുന്നു, ഡിഫെൻഡ് ചെയ്യുക, 2 ഗോൾ ലീഡ് സീൽ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഗോൾ, അതൊരു വേൾഡിയാണ്, എന്നാലും ജെൻസൺ എപ്പോഴും നമുക്ക് ഗോൾ അടിക്കുന്നതാണ്. അത് ആ രീതിയിൽ എടുത്താലും മതി. നമ്മൾ ത്രൂ ഔട്ട് വി ഡിഫെൻഡഡ് വെൽ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ചാൻസ് അവർക്ക് കിട്ടിയെങ്കിലും ഈഡൻ ഹെവൻ എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഈഡൻ ഹെവന് അവൻ്റെ പ്രായത്തിനേക്കാളും പക്വത കാണിക്കുന്നുണ്ട്. ഇപ്പം ആരൊക്കെ എന്തൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും അവൻ്റെ പ്രായം കൂടെ നോക്കുക. പിന്നെ ഒരു സ്റ്റീൽ ബൈ 1 മില്യൺ കണ്ടാണ് ആഴ്സണലിൽ വന്നത്. വെരി എന്താ പറയുക, സ്റ്റീലെന്ന് പറയുന്നത് സ്റ്റീൽ ബൈ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മെനു വാസ് സോ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെൽസി കളി അധികം കണ്ടില്ല. ചിലർ ചെൽസി കളിയിൽ പഴയ മെനുവിനെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് പഴയ മെനുവിൻ്റെ ഒരു ഗ്ലിംസസ് ഒക്കെ കണ്ടത്. ഇന്നലെ ചുമ്മാ ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരും മറ്റേ ടാക്കിൾസ് ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ മെയിനു ആണോ അമാദാണോ എന്നറിയില്ല, മറ്റേ സെക്കൻഡ് ഗോളിനുള്ള ടാക്കിൾ ചെയ്ത് ബ്രൂണോടെ കിട്ടുന്നു. അഗെയിൻ ബ്രൂണോ ഫെർണാണ്ടസ് ആ 20 അടി കിട്ടി. 20 അടിച്ചിട്ട് ഞാൻ വന്ന് വേറൊരു റാൻഡ് ചെയ്യാം. ബ്രൂണോയ്ക്ക് വേണ്ടി മാത്രമുള്ള റാൻഡ് നടത്തേണ്ടി വരും. നിങ്ങൾ അമോറിമിൻ്റെ സിസ്റ്റത്തിൽ ബ്രൂണോ പറ്റൂല എന്ന് പറഞ്ഞാണ് വിൽക്കായിരുന്നത്. ലിറ്ററലി അമോറിമിൻ്റെ സിസ്റ്റത്തിൽ 2 10 ഉണ്ടായിരുന്നു. എന്നിട്ട് അമോറിമിൻ്റെ പിടിപ്പുകേടിനെയും വാശിയെയും ചോദ്യം ചെയ്യാതെ നിങ്ങൾ അമോറിം CML കളിപ്പിക്കുക, അതുകൊണ്ട് ബ്രൂണോനെ വയ്ക്കുകയാണ്. ഇതൊരുമാതിരി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ കൂടി പോകുന്നതെന്ന് അറിയില്ല, പക്ഷേ ഇതൊരുമാതിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുമാതിരി മെസ്സി CB കളിക്കില്ല, മെസ്സിക്ക് അവിടെ, അല്ലെങ്കിൽ മെസ്സി CDM കളിക്കില്ല, മെസ്സിക്ക് അവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് മെസ്സിയെ ഞങ്ങൾ വയ്ക്കുന്നു. ലിറ്ററലി മുമ്പിൽ കുറേ പൊസിഷൻ ഉണ്ടെങ്കിലും മെസ്സി അയാളെ കൊണ്ട് CDM കളിപ്പിക്കുന്നത് കൊണ്ട് മെസ്സിയെ വിൽക്കുന്നു എന്ന് പറയുന്നില്ല. അതായത് നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ പ്ലെയറിനെയാണ് നിങ്ങൾ ഒരു നാണം കൂടാതെ പൈസയ്ക്ക് വിൽക്കാൻ നോക്കിയത്. അതുമാത്രമല്ല, ഈ അവസ്ഥയിൽ ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ ഇനി യുണൈറ്റഡോട്ട് വരത്തില്ല. ആ ടൈമിൽ വലിയ കടുപ്പം തന്നെ. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിലും കണ്ട് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തിനാണ് ഈ ബ്രൂണോനെ പൊക്കി പറഞ്ഞത്, ഞാനും ഉണ്ടായിരുന്നല്ലോ ബ്രൂണോനെ കളയാൻ പറഞ്ഞ സമയത്ത്. നിങ്ങൾക്ക് ബാക്കിൽ പോയി നോക്കാം, ഇന്ന ബ്രൂണോ ഇവിടെ ഇരുന്ന എന്നെ പ്രശ്നം എന്ന് ഞാൻ എന്ന് ടൈറ്റിലുള്ളൊരു വീഡിയോ ഉണ്ട്. അത് ആ സമയത്ത് ഞാൻ മാത്രമാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ബ്രൂണോ പോവരുത്, ബ്രൂണോനെ പിടിച്ച് നിർത്തണം എന്നുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൊരു കോണ്ടന്റ് ക്രിയേറ്റർ. നിങ്ങൾക്ക് അവിടെ അടുത്ത് പോയി നോക്കാം. ഞാൻ അന്നും ഇന്നും എനിക്ക് മറ്റേ തള്ളെ കലിപ്പ് തീരണില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ബ്രൂണോയുടെ ഓരോ കളി കാണുമ്പോൾ. ഫസ്റ്റ് ഹാഫിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഹാഫിലെ ഒരു 20 മിനിറ്റ് എടുത്തോ, എന്ത് വെയിറ്റിലുള്ള കിണ്ണം കാച്ചിയ വാസുകളാണ് എംബോമൊക്കെ ഇട്ടുകൊടുത്തോണ്ടിരുന്നത്. ഒരു രക്ഷയില്ല. ഈവൻ മറ്റേതാണെങ്കിലും എംബോമോയിലോട്ട് ആൾക്കാരെ വലിച്ചിട്ട് സെഷ്കോയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. കിഡിലം ഫുട്ബോളിങ് ബ്രെയിൻസ്. കലിപ്പ് തീരണില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് ആ വിൽക്കാനുള്ള കുറേ എണ്ണത്തിൻ്റെ 100 മില്യൻ്റെ കിണ്ടി. 100 മില്യൺ കാരണം നമുക്ക്, ആ 100 മില്യൺ വേണ്ടാന്ന് വെച്ച കാരണം നമുക്ക് അടുത്ത ചാമ്പ്യൻസ് ലീഗും കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ യുണൈറ്റഡ് പ്ലെയറിൻ്റെ പേരിൽ ടോപ്പ് അസിസ്റ്റ് ഇൻ ലീഗ് ഓസിലിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ എത്തിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് പ്ലെയറിൻ്റെ പേരിലിരിക്കും, ജോയിൻറ്റ് റെക്കോർഡ് ഇരിക്കും. 2 കൂടെ എത്തിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് പ്ലെയറിൻ്റെ പേരിൽ മാത്രമായിരിക്കും. അതാണ് നിങ്ങൾ ആ 100 മില്യന് പകരം കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അവർ ത്രൂ ഔട്ട് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ബ്രെൻഫോർഡ് എന്ന് പറയുന്നത് ഒട്ടും താഴ്ത്തി കാണാവുന്ന ടീമല്ല. ഇൻഫാക്റ്റ് അവർ ടോപ്പ് 6 വേണ്ടി നിൽക്കുന്ന ഒരു ടീമാണ്, ടോപ്പ് 5 വേണ്ടി നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവരുടെ കൂടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടു ഓൾ ഓണസ്റ്റി അവർ ഒരു ഡ്രോ ചിലപ്പോൾ അർഹതപ്പെട്ടതായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കളിച്ചു, ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ഡാങ്കോ ഔട്ടാരെയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു ത്രൂ ഔട്ട്. സോ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്തു, നമ്മൾ അവരെ കണ്ടെയ്ൻ ചെയ്തു. എംബോമോ ഹാഡ് ആൻ ഓഫ് ഗെയിം. എംബോമോയുടെ ടച്ചൊക്കെ ചില കൗണ്ടേഴ്സിലൊക്കെ ഭയങ്കര ബാഡായിരുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി ഹി കംസ് ബാക്ക്. നമുക്ക് ഇനിയെന്ന് വെച്ചാൽ എല്ലാവരും ക്യാരിക്കിന് ജോബ് കൊടുക്കുന്നില്ലേ, ക്യാരിക്കിനാണോ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻസൊക്കെ ഓൾറെഡി മുറവിളി കൂട്ടി. എൻ്റെ ടേക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, സീസൺ തീരട്ടെ, നമുക്ക് തീരുമാനിക്കും. ഇപ്പം എന്തായാലും ചാമ്പ്യൻസ് ലീഗ് കിട്ടും എന്നുള്ളൊരു സ്ഥിതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ക്യാരിക്ക് ടാക്റ്റിക്കലി അത്ര പ്രോഗ്രസ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഐ വിൽ ടെൽ യു വൺ തിങ്, നിങ്ങൾക്കൊരു എലീറ്റ് മാനേജറിനെ കിട്ടുന്നില്ലെങ്കിൽ ഐ വുഡ് ഗീവ് ജോബ് ടു ക്യാരിക്ക്. അതായത് ഒരു എലീറ്റ് മാനേജർ, അത് ലൂയിസ് എൻറിക്കെ പ്രോപ്പർ ഒരു വലിയ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ളൊരു മാനേജർ ആണെങ്കിൽ ഐ വുഡ് ഗീവ് ദ ജോബ് ടു ഹിം. പക്ഷേ അല്ലാത്ത പക്ഷേ എനിക്ക് ജൂലിയൻ നാഗൽസ്മാനെ പോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരാളെ കൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്ടിക്സ് മാത്രം ആവില്ല യുണൈറ്റഡ് റൺ ചെയ്യാൻ വേണ്ടത്. കുറേ ടാക്ടീഷ്യൻസിന് നമ്മളുണ്ട്, ടാക്ടിക്സ് മാത്രം ആവില്ല. ചിലപ്പം ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് എന്തെങ്കിലും, ഇപ്പോൾ ക്യാരിക്ക് സിറ്റിക്കെതിരെ, ആഴ്സണലിനെതിരെയൊക്കെ ഇപ്പോൾ വൈബ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ,
ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ഒരു യുണൈറ്റഡ് മാനേജറിന് വേണ്ടി വരും. പിന്നെ യുണൈറ്റഡിനെ കൃത്യമായിട്ട് അറിയുന്നൊരു, യുണൈറ്റഡിന് ആ ഒരു വികാരമുള്ള ഒരാൾ, അതായത് യുണൈറ്റഡ് ഡേ ഇൻ ഡേ ഔട്ട് ഒരു വൃത്തികെട്ട കളി കളിക്കുമ്പോഴത്തേക്കും അതിൽ നല്ല രോഷം കൊള്ളുന്ന ഒരാൾ. അതായത് ഇപ്പം എൻ്റെ ടീം വൃത്തികെട്ട് കളി കളിച്ചാൽ എനിക്ക് രോഷമുള്ളൂ, അങ്ങനെ മാത്രമല്ല ഞാനിപ്പം ആ ടീമിൽ കളിച്ച ഒരാളാണെങ്കിൽ എനിക്ക് ആ ടീം അല്ലെങ്കിൽ ക്ലബ്ബ് എന്തുമാത്രമാണെന്നുള്ള രീതി വരും. സോ എലീറ്റ് മാനേജേഴ്സ് ഇല്ലെങ്കിൽ ഐ ഗിവ് ഇറ്റ് ടു കാരിക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടൂ. ചാമ്പ്യൻസ് ലീഗൊക്കെ വരുന്നുണ്ട്, പുതിയൊരു ഫോർമാറ്റിലായിട്ട് നമ്മളിതുവരെ കളിച്ചിട്ടില്ല. പിന്നെന്താ വേറെ കാര്യം, ചാമ്പ്യൻസ് ലീഗ് കളിച്ച ടീമുകളുടെ അവസ്ഥ ഉണ്ടല്ലോ, എല്ലാവരും ഔട്ട് ഓഫ് ഇതാണ്. സ്പർസൊക്കെ ഇതാ റിലഗേഷൻ സോണിലാണ്. ന്യൂകാസിൽ, സ്പർസ്, ചെൽസി എല്ലാം ഔട്ട് ഓഫ് നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ആണ് പൊട്ടൻഷ്യലി. സോ നേരെയുള്ള സ്ക്വാഡൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലും ഒന്നും ആവില്ല, പ്രീമിയർ ലീഗിൽ നിന്നും ബാക്ക് സ്ലാഷ് കിട്ടും. കാര്യം പ്രീമിയർ ലീഗ് ഇപ്പം ഭയങ്കര രീതിയിൽ എല്ലാ ടീമുകൾക്കും യൂറോപ്യൻ സ്പോട്ടിലോട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതുമല്ലോ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ